അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളൊരു ബേക്കറി ചെന്നിട്ട് നമ്മൾ എന്ത് കഴിച്ചു എന്നുള്ളത് മറ്റുള്ളവർക്ക് പ്രത്യേകം മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പലഹാരമാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എഗ് പപ്സ് ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ പപ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു പാത്രം എടുക്കുക, കുറച്ച് മൈദ, മെയിൻ സാധനം മൈദയാണ്. മൈദ എടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതിന് പാകത്തിനുള്ള ഉപ്പ്, നിങ്ങളുടെ അതിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയും ചെയ്യുക. ഓക്കെ, അതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ അതോടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട്. അതിന് ശേഷം കുറച്ച് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ രീതിയിൽ വെള്ളത്തിൻ്റെ പരുവായതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ കുഴക്കണ പോലെ നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ ടു 2 മണിക്കൂർ റെസ്റ്റിനോട് വയ്ക്കുക. റെസ്റ്റിന് വയ്ക്കുന്നതിന് മുമ്പായിട്ട് അതിനെല്ലാം ഒരു ചെറിയ ബൗളായിട്ട് പിടിച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് വേണം നമ്മൾ റെസ്റ്റിന് വെക്കണമെങ്കിൽ. ഇപ്പം നിങ്ങൾ ഒരുവിധം ഒരു ചപ്പാത്തിക്ക് അല്ലെങ്കിൽ ഒരു പൊറോട്ടയ്ക്ക് ബോൾ പിടിക്കുന്ന പോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ബോൾ പിടിച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് റെസ്റ്റിന് വെക്കുക കേട്ടോ. അപ്പോൾ നല്ല മയം വരണം നമുക്ക്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പപ്സിക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ അതിന് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രം വയ്ക്കുക, അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂണ് ചെറിയ ജീരകം. ഇതൊന്ന് എണ്ണയിൽ നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം. അതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു 2 ഉള്ളി, വലിയ ഉള്ളിയാണ് നമ്മളെടുത്തിട്ടുള്ളത്, നൈസായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ ഉള്ളിനെ നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ വാടി വരണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വാടി വരാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അതിലോട്ട് നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തക്കാളി ചെറുതായിട്ട്, ഏറ്റവും നന്നായി ചെറുതായിട്ട് മുറിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാൻ കുറച്ച് മീഡിയം സൈസിലാണ് മുറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ വാടി വന്നതിന് ശേഷം അതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, അതുപോലെ 1 ടീസ്പൂണ് മുളക് പൊടി. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, മസാല നല്ല രീതിയിലൊന്ന് എണ്ണയിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി കിട്ടണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ മസാല റെഡി വരത്തുള്ളൂ. ഇപ്പം നമ്മുടെ മസാല റെഡി ആവുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ മുട്ട പപ്സിക്കുള്ള മുട്ടയും വേവിച്ച് റെഡിയായി തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഉപ്പൊന്നും ഇടാത്തത് കൊണ്ടാണ് കേട്ടോ, തോലൊക്കെ കറക്റ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ തോടൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. എന്നിട്ട് സെൻറ്ററിൽ, വീഡിയോയിൽ കാണുന്ന പോലെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു നൂല് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്ത് ഒരു സൈഡിലോട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ മാവ്, നേരത്തെ എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടായിരുന്ന മാവ് നല്ല രീതിയിൽ മയം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നല്ല രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ലെയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പപ്സിലൊക്കെ നല്ല രീതിയിൽ ലെയർ വരും. ആ ലെയർ വരാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നിങ്ങൾ കൈ കൊണ്ടൊന്ന് വീശിയെടുത്താലും മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. 2 രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുണ്ടോ, ഒരു സ്ക്വയർ പോലെ. അപ്പോൾ നമുക്ക് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ പപ്സിൽ നല്ല ലെയർ കിട്ടാൻ ഇത് സഹായിക്കും കേട്ടോ. ഒരു സ്ക്വയർ പോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഫില്ലിങ് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല, പിന്നെ അതുപോലെ ഒരു എഗ്ഗിൻ്റെ പകുതി അത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ശ്രമിക്കുക. ഒന്ന് ജസ്റ്റ് 2 സൈഡിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക, വേറെ സൈഡിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇതുപോലെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഗ്യാസിലെ ഗ്രില്ലിൽ വെച്ചിട്ടാണ് നമ്മൾ പപ്സ് റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഓവണല്ല, ഗ്രിൽ ടൈപ്പ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെറിയ രീതി എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം നമ്മുടെ സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ഓവനിലോട്ട് അങ്ങ് കയറ്റി കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ ഓവനിലോട്ടാണ് കയറ്റി കൊടുക്കുന്നത്. അയ്യോ, നമ്മൾ എടുത്തപ്പോഴേക്കുണ്ടല്ലോ
ചെറിയ രീതിയിൽ സംഭവം റെഡി ആയിട്ടുണ്ട്, പക്ഷെ ഒരു ചെറിയ കരിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മേലത്തെ ഗ്യാസാണ് കത്തിച്ചു കൊടുത്തത്. കാരണം താഴെയുള്ള ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നാണെങ്കിൽ നമ്മുടെ കരിയിലായിരുന്നു. താഴെയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സംഭവം കിടുവായിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു കരി തട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് മുറിച്ച് നോക്കാം കേട്ടോ. ഒരു പ്ലേറ്റിലെടുത്തിട്ടേ നല്ല രീതിയിലൊന്ന് മുറിച്ച് കൊടുക്കുക. സംഭവം കിട്ടും കേട്ടോ. നമ്മൾ ഹോം മെയ്ഡ് ആയത് കാരണം അതിൻ്റേതായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം എന്തായാലും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതേ കരിഞ്ഞു പോയതിന് ഞാൻ വിചാരിക്കുന്നത് മേലത്തെ ബർണർ കത്തിച്ചുകൊണ്ടാണെന്നാണ്. നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഇനി വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ട് പറഞ്ഞെങ്കിൽ ഒന്ന് പറയണേ. സംഭവം കിടുമായിരുന്നു. നമ്മൾ കളഞ്ഞില്ല, എന്തായാലും കഴിച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞാലേ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.